ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 11-ാം ഭാഗം, 7 ആകാശങ്ങൾ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശം എന്നും ആകാശങ്ങൾ എന്നും പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചതായി കാണാം. സമാ എന്ന ഏകവചനവും സമാവാത്ത് എന്ന ബഹുവചനവും ഖുർആനിൽ കാണാം. 7 ആകാശങ്ങൾ എന്നും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 7 ആകാശങ്ങൾ എന്ന് 7 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. സബ്അ സമാവാത്ത് എന്ന് 5 തവണയും അസ്സമാവാത്തു സബ്അ എന്ന് 2 തവണയും, അങ്ങനെ 7 ആകാശങ്ങൾ എന്ന് 7 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഈ 7 ആകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ 7 ആകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് ഇന്നും സാധിക്കില്ല. ഭൂമിക്ക് തൊട്ടുമുകളിലുള്ള ആകാശത്തിൻ്റെ 7 ലെയറുകളെ കുറിച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ സ്കൂളിലെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങിയ 7 ലെയറുകളുണ്ടല്ലോ, ഈ ലെയറുകളെക്കുറിച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശം എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് നമുക്ക് ഭൂമിക്ക് തൊട്ടുമുകളിലുള്ള ആകാശത്തിൻ്റെ 7 തട്ടുകളാണ് എന്ന് നമുക്ക് അറിയാം. ആകാശത്തിന് 7 തട്ടുകളുണ്ട്, അല്ലെങ്കിൽ 7 ലെയറുകളുണ്ട്. ഇതാണോ 7 ആകാശങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. 7 ആകാശങ്ങൾ കൊണ്ട് അള്ളാഹു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നമുക്കറിയില്ല. കാരണം ആകാശത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആകാശത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനും അറിയാനുമുണ്ട്. അതുകൊണ്ട് എന്താണ് ആകാശമെന്നും ആകാശത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ആകാശം എത്ര ബൃഹത്താണ് എന്നും മനുഷ്യൻ അറിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ കുറച്ച് അറിവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് തൊട്ടുമുകളിലുള്ള 1-ാം ആകാശത്തിൻ്റെ ഈ 7 തട്ടുകളാണ് മുകളിൽ നാം പറഞ്ഞ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങിയ ഈ ലെയറുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ പിന്നെയും 6 ആകാശങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1-ാം ആകാശം എന്ന് പറയുന്നത് ആ 1-ാം ആകാശത്തിലാണ് ഈ 7 ലെയറുകളുള്ളത്. പിന്നെയും ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായ, ഇതിനേക്കാൾ ബൃഹത്തായ വേറെ 6 ആകാശങ്ങൾ വേറെ കിടക്കുന്നു എന്ന് ചില പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, എത്ര സങ്കീർണമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ഈ സങ്കീർണത വെളിവാക്കിയിട്ടുണ്ട്. ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിൻ നാസ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. സൂറത്ത് ഗാഫിറിലെ 57-ാമത്തെ ആയത്ത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ കടുപ്പമേറിയത്, വലുത് എന്ന് അള്ളാഹു പറയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ, മനുഷ്യനിലെ ഓരോ അവയവങ്ങളും എന്തൊരു അത്ഭുതമാണത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാളുമൊക്കെ എത്രയോ വലുതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സങ്കീർണത അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അള്ളാഹു പറയുന്ന അധികം ആളുകളും അത് അറിയില്ല, അത് മനസ്സിലാക്കുന്നില്ല. പ്രപഞ്ച പഠനത്തിൻ്റെ ഒരു വക്ക് പോലും മനുഷ്യൻ കടിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആകാശം ഇങ്ങനെ നമുക്ക് മുകളിൽ നിൽക്കുന്നത്? എന്താണത് നമ്മുടെ തലക്ക് മുകളിൽ ഇടിഞ്ഞു വീഴാത്തത്? ന്യൂട്ടൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണപ്പോൾ
ന്യൂട്ടൺ ആലോചിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ ഞെട്ടിൽ നിന്ന് താഴേക്ക് വീണത്, എന്തുകൊണ്ടാണത് മുകളിലേക്ക് പോകാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ ഈ ഈ ഭൂമിയുടെ ഈ ആകർഷണം, ഗ്രാവിറ്റിയൊക്കെ കണ്ടെത്തിയത് എന്ന് നമുക്കറിയാം. എന്നത് ഇതുപോലെ നമുക്ക് ആലോചിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആകാശം നമുക്ക് മുകളിലുണ്ടല്ലോ, അതെന്താണ് നമ്മുടെ തലക്ക് മുകളിൽ ഇങ്ങനെ ഇടിഞ്ഞു വീഴാത്തത്? അതിൻ്റെ രഹസ്യം എന്താണ്? എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടുകയില്ല. എന്നാൽ ഇതിൻ്റെ ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശം നമ്മുടെ തലക്ക് മുകളിൽ ഇടിഞ്ഞു വീഴാതിരിക്കാൻ കാരണം അള്ളാഹു അതിനെ പിടിച്ചു വച്ചിരിക്കുന്നു. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളെ ഉയർത്തി വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കറിയാത്ത തൂണുകളിൽ അവയെ നിലനിർത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന തൂണുകളൊന്നുമില്ലാതെ ഈ ആകാശത്തെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. എങ്ങനെയാണ് ഈ ആകാശം തകർന്നു വീഴാതെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് വീഴാതെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അള്ളാഹു ആകാശങ്ങളെ നിങ്ങൾ കാണാത്ത തൂണുകൊണ്ട് ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ന്. സൂറത്തുൽ ലുഖ്മാൻ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ലാതെ അവൻ ആകാശങ്ങളെ പടച്ചു. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വീട് അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ് അല്ലെങ്കിൽ വലിയൊരു ഹാള്, ആ ഹാളിൽ മുകളിൽ ഇങ്ങനെ മേൽപ്പുരയുണ്ട്, പക്ഷെ തൂണുകളൊന്നുമില്ലാതെ ആ മേൽപ്പുര ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അന്തം വിട്ടുപോകും. എങ്ങനെയാണത് നിൽക്കുന്നത്? അങ്ങനെ നിൽക്കാൻ കഴിയില്ല. അതിന് തൂണുകൾ വേണം, അല്ലെങ്കിൽ മതിലുകൾ വേണം, അതിന് നിൽക്കാൻ വേണ്ട ഒരു സംവിധാനം വേണം. ഇതൊന്നുമില്ലാതെ ഈ ആകാശം എങ്ങനെയാണ് നിൽക്കുന്നത്? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. തൂണുകളുണ്ട്, പക്ഷെ ആ തൂണ് നിങ്ങൾ കാണുന്ന, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തൂണല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ തൂണുകളില്ലാതെ ഈ ആകാശം നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല ഉത്തരങ്ങളുമുണ്ട്. ഇപ്പോൾ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന തിയറി ഈ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ പിടിച്ചു നിർത്തുന്ന ഗുരുത്വ ബലമുണ്ടല്ലോ, ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാത്ത തരത്തിലുള്ള ഒരു ബലം, ഒരു തൂണ് അതിനുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന തൂണല്ല അത്. അള്ളാഹു ഇവയെ കൂട്ടിമുട്ടാതിരിക്കാൻ, ഇവയെ തമ്മിലിടിക്കാതിരിക്കാൻ അള്ളാഹു നിർത്തിയിട്ടുള്ള പ്രത്യേകതരം തൂണുകളാണ്. അതിന് നിങ്ങൾ ഗുരുത്വബലമെന്നോ പരസ്പരം ആകർഷണമെന്നോ വികർഷണമെന്നോ എന്ത് വിളിച്ചാലും തിരക്കിടയില്ല. ഈ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഭൂമി കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലോബ് ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു സാങ്കല്പിക അച്ചുതണ്ട് അതിന് വെച്ചുകൊണ്ടാണ് കൊണ്ടുവരിക. കാരണം അതില്ലാതെ പഠിപ്പിക്കാൻ കഴിയില്ല. അല്ലാതെ ഇങ്ങനെ ഭൂമി നമുക്ക് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ വെച്ചുകൊണ്ടേ നമുക്കത് കാണാനും മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ സാങ്കല്പിക അച്ചുതണ്ട്? ഇത് ഭൂമിക്ക് മാത്രമല്ല, സൂര്യന്, ആകാശത്തുള്ള ഗ്രഹങ്ങൾക്ക്, ഇതിനൊക്കെ ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്, തൂണുകളുണ്ട്. അത് പരസ്പരം കൂട്ടിമുട്ടുകയില്ല. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നും കൂട്ടിമുട്ടുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു അവയൊക്കെ കൂട്ടിമുട്ടാതിരിക്കാൻ പ്രത്യേകമായ വഴികൾ, പ്രത്യേകമായ ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ചാനലുകളിലൂടെയാണ് അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളതിന് ഓർബിറ്റ്സ് എന്ന് പറയും, ഭ്രമണപഥങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും അതുപോലെ ഓരോ ഗ്രഹത്തിൻ്റെ പരസ്പരമുള്ള ബലങ്ങളുമൊക്കെയാണ് ഇത് കൂട്ടിയിടിക്കാതെ ഒരു സ്ഥിരമായ പാതയിൽ അത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇത് തളരാതെ തകരാതെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ലശംസു യംബഗി ലഹാ അൻ തുദരിക്കൽ ഖമർ. സൂര്യൻ പോയിട്ട് ചന്ദ്രനെ മുട്ടുകയില്ല, ചന്ദ്രൻ പോയിട്ട് സൂര്യനെയും മുട്ടുകയില്ല, ഭൂമി പോയിട്ട് വ്യാഴത്തെ മുട്ടില്ല, വ്യാഴം പോയിട്ട് നെപ്റ്റ്യൂണെ മുട്ടില്ല. കാരണം ലശംസു യംബഗി ലഹാ അൻ തുദരിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. രാവ് പകലിനെ മറികടക്കില്ല. കാരണം വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. ഓരോന്നിനും ചലിക്കാൻ ഒരു പാതയുണ്ട്, വഴിയുണ്ട്.
അതിൽ നിന്ന് ഇഞ്ച് വേണ്ട, ഒരു ചെറിയ മില്ലിമീറ്റർ മാറാൻ അവക്ക് കഴിയില്ല. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ, അവനാണ് രാവും പകലും പടച്ചത്. വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും പടച്ചത്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, അവയെല്ലാം സൂറത്തുൽ അംബിയാ 33-ാമത്തെ ആയത്തിൽ പറയുന്നു, അവയെല്ലാം അവക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ആ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതൊന്നും കൂട്ടിമുട്ടാതിരിക്കാൻ ഇതിനിടയിലൊക്കെ നമ്മൾ കാണാത്ത ചില അദൃശ്യ കരങ്ങൾ, അദൃശ്യ തൂണുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എത്ര ബൃഹത്താണ് പ്രപഞ്ചം, എന്തൊരത്ഭുതമാണ് പ്രപഞ്ചം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.